എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഇപ്പോൾ റംസാൻ മാസമായി കാരണം ഒരു സ്പെഷ്യൽ കോഴിക്കോടൻ പലഹാരമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ തൃശ്ശൂരുള്ളവർക്കൊന്നും ഇതിനെക്കുറിച്ച് അത്രയ്ക്ക് അങ്ങോട്ട് അറിയില്ല. കോഴിക്കോട്, മലപ്പുറം ആ ഏരിയയിലുള്ളവർക്കൊക്കെ ഇതിനെക്കുറിച്ച് നല്ലോണം അറിയാം കേട്ടോ. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ചട്ടിപ്പത്തിരിയാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള രീതിയിലാണ് ചട്ടിപ്പത്തിരി ഉണ്ടാക്കാൻ പോകുന്നത്. മൈദ യൂസ് ചെയ്യുന്നില്ല, ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതിൻ്റെ അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യണം. അപ്പോൾ ഞാൻ പുതിയതായിട്ട് വീഡിയോസ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. പിന്നെന്താ, നമ്മുടെ ചാനലിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ മുന്നത്തെ റെസിപ്പീസും മുന്നത്തെ വീഡിയോസൊക്കെ എല്ലാവരും കാണാം. അപ്പോൾ നമുക്ക് അധികം സമയം കളയണില്ല, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം. ഇത് 1/2 കിലോ ചിക്കനാണ് കേട്ടോ. ഇത് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് നമ്മൾ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കുക്കറിൽ ഒരു 3 വിസിലിന് വേവിച്ചെടുത്തേക്കുന്നതാണ്. ഇത് തണുക്കുമ്പോൾ നമുക്ക് ചീന്തി ഇടാതെ ചിക്കൻ ഫില്ലിങ്ങിന് വേണ്ടിയിട്ടാണ് കേട്ടോ, പത്തിരിയുടെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ. അപ്പോൾ വല്ലാണ്ട് ചെറുതാക്കണ്ട, കുറച്ചിങ്ങനെ കടിക്കാനൊക്കെ പാകത്തിന് ചിക്കൻ ചീന്തി ഇടാം കേട്ടോ. പിന്നെ ഇതിൽ ചിക്കൻ സ്റ്റോക്ക് വന്നിട്ടുണ്ട്, ആ സ്റ്റോക്ക് എടുത്തിട്ട് നമുക്ക് ചിക്കൻ സൂപ്പ് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് വേഗം ചിക്കനുള്ള മസാല റെഡിയാക്കാം. നമുക്കൊരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലായാലും സാധാരണ വെളിച്ചെണ്ണ ആയാലും കുഴപ്പമില്ല. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി നമുക്ക് ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് ഒരു 5-6 വെളുത്തുള്ളിയും പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും കൂടിയിട്ടാണ് പേസ്റ്റ് ആക്കിയേക്കുന്നത്. അതൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അതിൻ്റെ ആ പച്ചമണം ഒന്ന് മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 സബോള ചെറുതാക്കി അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ സബോള വേഗം വാടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം നമുക്ക് വഴറ്റിയെടുക്കാം കേട്ടോ. സബോള നന്നായി വാടി വന്നിട്ടുണ്ട്. 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ആ പൊടികളുടെയൊക്കെ ആ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. നല്ലോണം വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഇങ്ങനെ ചീന്തി ഇട്ടേക്കണതാണ്, ഇത് നമുക്ക് ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് വല്ലാതെ ചെറുതാക്കിയിട്ടില്ല, കുറച്ചിങ്ങനെ കടിക്കാനുള്ള പാകത്തിനാണ് ചെറുതാക്കി ഇട്ടേക്കണം, എന്നാലാണ് ടേസ്റ്റ് കൂടുള്ളൂ. ഇതിലേക്ക് മിക്സ് ചെയ്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പം നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി അവസാനം കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പത്തിരിയുടെ ഫില്ലിങ് റെഡി ആയിട്ടാ. ഇനി നമുക്ക് പത്തിരി ഉണ്ടാക്കാൻ നോക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് 1 കപ്പ് ആട്ടമാവ് അല്ലെങ്കിൽ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു 3/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലോണം മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. ഇത് കട്ടകളൊന്നും ഇല്ലാണ്ട് അടിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നല്ലോണം അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ കട്ടകളൊന്നുമില്ല. ഇനി നമുക്ക് പത്തിരി ഉണ്ടാക്കാൻ നോക്കാം. പത്തിരി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഏത് പാനിലാണോ നമ്മൾ ചട്ടിപ്പത്തിരി ഉണ്ടാക്കാൻ പോകുന്നത് വെച്ചാൽ ആ പാനിൻ്റെ അടിവട്ടം ഉണ്ടാവില്ലേ, അതിനനുസരിച്ചിട്ട് നമ്മൾ ആ വലുപ്പത്തിൽ പത്തിരി പരത്തണം കേട്ടോ. പിന്നെ നല്ല ലൂസായിട്ടുള്ള മാവായിരിക്കണം. അപ്പം അധികം മുരിയൊന്നും വേണ്ട, ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. ഇതിപ്പോൾ എൻ്റെ പാനിൻ്റെ നടുവിൽ ഇത്തിരി കോട്ടിങ് പോയിട്ടുള്ള കാരണമാണ് ഇങ്ങനെ. അപ്പം നമ്മൾ എല്ലാ പത്തിരിയും അങ്ങനെ ചുട്ടെടുക്കാം കേട്ടോ. നല്ല സോഫ്റ്റും അതേപോലെ തന്നെ നല്ല നൈസായിട്ടുള്ള പത്തിരി ആയിരിക്കും കേട്ടോ നമുക്ക് കിട്ടുക. അപ്പം നമ്മൾ എല്ലാ പത്തിരിയും ചുട്ടെടുത്ത് കഴിഞ്ഞു.
നമുക്കൊരു 6 പത്തിരിയാണ് കേട്ടോ കിട്ടിയേക്കണ്. അപ്പോൾ പത്തിരിയുടെ വലിപ്പം അനുസരിച്ചിട്ട് എണ്ണത്തിൽ വ്യത്യാസം വരും കേട്ടോ. ഇനി നമുക്ക് പത്തിരി മുക്കിയെടുക്കാനുള്ള മിക്സ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാലൊഴിച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതൊരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലോണം ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഇനി നമുക്ക് ചട്ടിപത്തിരി സെറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഏത് പാനിലാണ് ഉണ്ടാക്കുന്നത് വെച്ചാൽ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ അടിഭാഗത്ത് അതൊന്ന് തേച്ച് കൊടുക്കാം കേട്ടോ. ഒട്ടി പിടിക്കാണ്ടിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ്. അതിൽ കിടന്നിട്ട് വേണം വേവാൻ വേണ്ടിയിട്ട്. അത് നമ്മൾ ആ മിക്സിൽ ഓരോ പത്തിരിയായിട്ട് മുക്കിയെടുക്കാം. അത് നമ്മൾ ആദ്യത്തെ പത്തിരി വെച്ച് കൊടുത്തു. ഇനി അതിൻ്റെ മുകളിൽ നമ്മൾ ആ ചിക്കൻ്റെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിനുള്ള ഫില്ലിങ് നമ്മൾ വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ അടുത്ത പത്തിരി അതേപോലെ തന്നെ ആ മിക്സിൽ മുക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ കീറിയിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല, കാരണം നമ്മൾ ഇത് വേവിച്ചെടുക്കുമ്പോൾ കറക്റ്റായിട്ട് തന്നെ വരും. ഇതുപോലെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ 6 പത്തിരിയാണ് ഉള്ളത്. അപ്പോൾ 6 പത്തിരി ഇങ്ങനെ ഫില്ലിങ് വെച്ചിട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഈ ഗോതമ്പ് പൊടി വെച്ച് ചെയ്യുമ്പോൾ ഈ ദോശയ്ക്കായാലും ഈ ചട്ടിപത്തിരിക്കായാലും ഒരു ടേസ്റ്റിനൊരു വ്യത്യാസം വരില്ല. നല്ല രസമായിട്ട് തന്നെ വരും കേട്ടോ. പിന്നെ നമ്മളെപ്പോഴും മൈദ യൂസ് ചെയ്യണേക്കാളും നല്ലത് ഇങ്ങനെ ഗോതമ്പ് വെച്ച് ചെയ്യണതാണ്. അപ്പോൾ എല്ലാവരും മൈദയ്ക്ക് പകരം ഇങ്ങനെ ഗോതമ്പ് വെച്ച് ട്രൈ ചെയ്ത് നോക്കുക. കാരണം നമ്മൾ കുട്ടികൾക്കും നമ്മളായാലും ഈ മൈദേനേക്കാളൊക്കെ നല്ലത് ഇതേപോലെ ഗോതമ്പ് വെച്ചിട്ട് ചെയ്യണതാണ്. ഇതാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ചെയ്യുമ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ കംപ്ലീറ്റ് വെച്ച് കഴിഞ്ഞു. ഇനി അവസാനത്തെ പത്തിരിയും കൂടി നമ്മുടെ മിക്സിയിൽ മുക്കിയിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. നമ്മുടെ ഫില്ലിങ്ങും കഴിഞ്ഞു. അപ്പം നമ്മൾ ലാസ്റ്റ് പത്തിരിയും കൂടിയും വെച്ച് കൊടുക്കാൻ പോവാണ്. അപ്പം നമ്മുടെ ചട്ടിപ്പത്തിരി കംപ്ലീറ്റ് ആയിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ലിഡ് വെച്ചിട്ട് ഇത് അടച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു തവയുടെ മുകളിലാണ് നമ്മളത് വേവിച്ചെടുക്കാൻ പോണത്. അപ്പോൾ അടിയിൽ എന്തായാലും ഒരു ഫ്രൈങ് പാൻ വെച്ച് കൊടുക്കണം. അതിൻ്റെ മുകളിൽ വേണം നമ്മൾ ഈ പത്തിരി ഉണ്ടാക്കാൻ പോവാൻ. അപ്പോൾ ഒരു 25 മിനിറ്റ് നമ്മൾ ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കണം. ഇപ്പോൾ 25 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ അടിഭാഗം നല്ലോണം വെന്തിട്ടുണ്ട്. നമ്മുടെ പത്തിരിയും ഉള്ളിലേക്കൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. നമുക്ക് വേറൊരു പാൻ മുകളിൽ വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ മറിച്ചിടാം. അപ്പോൾ ആ പാനിൽ ഞാൻ കുറച്ചും കൂടി നെയ്യ് തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതൊരു നമ്മളൊരു 5-10 മിനിറ്റിൻ്റെ അടുത്ത് ഇതൊന്ന് ഇതേപോലെ തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ അതിൻ്റെ അടിയിലത്തെ ആ പത്തിരിയും കൂടിയും നന്നായി വെന്ത് കിട്ടും. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ പത്തിരി നന്നായി വെന്ത് കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് കഴിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ചട്ടിപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എല്ലാവർക്കും ഈ റംസാന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചട്ടിപ്പത്തിരി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കണം. വളരെ സോഫ്റ്റാണ്, വളരെ ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലിന് സപ്പോർട്ട് ചെയ്യാം. പിന്നെ നമ്മുടെ ചട്ടിപ്പത്തിരി ഉണ്ടാക്കാൻ അധികം സമയമൊന്നും വേണ്ട, വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതുള്ളൂ. വളരെ ടേസ്റ്റിയാണ് കേട്ടോ. ഈ ചിക്കൻ്റെ ഫില്ലിംഗ് ഒക്കെ ഉള്ള കാരണം വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഇതുപോലത്തെ നല്ല റെസിപ്പീസുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ടേക്ക് കെയർ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.